ഹായ് ഫ്രണ്ട്സ്, വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവുകയില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു. ഇതിപ്പോ ദേശീയ ദുരന്തമാണോ പ്രാദേശിക ദുരന്തമാണോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു പ്രദേശം മൊത്തം ഒലിച്ചു പോയതാണ് മുണ്ടക്കൈ ചൂരൽമല. ആ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കുവാൻ വേണ്ട സാമ്പത്തിക സഹായം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അത് കിട്ടിയില്ല. ആകപ്പാടെ കിട്ടിയത് 388 കോടി. അതെന്താവാനാണ്? എങ്ങും എത്തുകയില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും ആ ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വീണ്ടും അതുപോലെ തന്നെ തുടരുമെന്ന് സാരം. നല്ല ശതമാനം ആളുകളും ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സർക്കാർ അവർക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ എത്ര കാലം തുടരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ നേടിയെടുക്കുവാൻ ഒരു പൊങ്കമനെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ശ്രീ KV തോമസ്. വല്ല ഫലമുണ്ടോ? ഒരു കാര്യവുമില്ല. കേരളയിലെ സിൽവർ ലൈൻ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമമായ ദൗത്യം. അതും നടന്നില്ല. ഇതുപോലെ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിനെ കൊണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കേരളം ചെലവഴിക്കുന്ന കോടികൾ ആ ശമ്പള ഇനത്തിലും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയായി അത് വെറുതെ അഥവാ വൃഥാവിലായി എന്നർത്ഥം. കേരയിൽ അനുവദിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം കേരയിൽ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. എന്നാൽ അതിനു പകരം ഒന്നോ രണ്ടോ വന്ദേ ഭാരത് അനുവദിച്ചേക്കും. കാരണം അതിനുണ്ടാകുന്ന നേട്ടം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അതുതന്നെയാണ് കാര്യം. ഇനിയും ഒരു വന്ദേ ഭാരത് അനുവദിച്ചാൽ അത് എതിലേ കൂടി ഓടിക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ മതി. കാരണം ഇപ്പോൾ തന്നെ വന്ദേ ഭാരത് മൂലം മറ്റു പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. പണ്ട് സോണിയാഗാന്ധി ഹൈക്കമാൻഡ് ആയിരുന്ന കാലത്ത് കൊച്ചി കായലിൽ നിന്ന് ആ നല്ല പൊരിച്ച മീനെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരെ സോപ്പിട്ടാണ് MP സ്ഥാനം തന്നെ നിലനിർത്തിയിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാലമായപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചേട്ടാ, എനിക്ക് ഈ മീനും മാക്കിരിയൊന്നും വേണ്ട, ചേട്ടൻ തന്നെ കഴിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ MP സ്ഥാനവും പോയി. പലതവണ രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചു, അവസരം കൊടുത്തില്ല. ഏതാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി കേരളം ചെലവഴിക്കുന്ന പണമെല്ലാം സ്വാഹ. നമ്മൾ ഒരു കാര്യം ഓർക്കണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ ഒരു കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. കേരളം 100 രൂപ ടാക്സായി അടയ്ക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നത് 21 രൂപ. ഉത്തർപ്രദേശ് അതേ 100 രൂപ അടയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നു 46 രൂപ. അതാണ് ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം എന്ന് പറയുന്നത്. രണ്ടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണല്ലോ. എന്തുകൊണ്ട് ഈ വിവേചനം? ഈ വിവേചനത്തെ പറ്റി ശക്തമായി തന്നെ ശശി തരൂർ പാർലമെന്റ് ഉന്നയിക്കുകയുണ്ടായി. ഒരു മറുപടിയും കിട്ടിയില്ല. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഉത്തർപ്രദേശിന് കൊടുത്തോടെ ഒരു വിരോധവുമില്ല. കേരളത്തെയും കൂടി പരിഗണിക്കേണ്ടതല്ലേ? ഈ 10 വർഷ ഭരണത്തിനിടയിൽ കേരളത്തില് ഒരു കേന്ദ്ര മൂലധന പദ്ധതി ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കണമെന്ന് എത്രയോ കാലമായി ആവശ്യപ്പെടുന്നു. അതുമല്ലെങ്കിൽ പണ്ടേ അനുവദിച്ചു കിടക്കുന്ന പാലക്കാട് റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ? ആകപ്പാടെ എടുത്തു പറയാനുള്ളത് വിഴിഞ്ഞം പദ്ധതിയാണ്. അത് സ്വകാര്യ മേഖലയിലെ പദ്ധതിയാണ്, ആ കേരള ഗവൺമെന്റ് സഹകരണത്തോടു കൂടി. അതല്ലാതെ കേന്ദ്ര പദ്ധതി എന്ന് എടുത്തു പറയാനുള്ള ഒരു പദ്ധതിയെങ്കിലും കേരളത്തിൽ വന്ന എന്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ BJP എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചാലും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കാതെ കേരളത്തിൽ താമര വിരിയുമെന്ന് ഞാൻ കരുതുന്നില്ല.